രാവിലെ എന്ത് കഴിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാവിലെ നമ്മൾ ശരീരത്തിന് പിടിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ വറീഡായിരിക്കും. നേരെ മറിച്ച് രാവിലെ നല്ല ഭക്ഷണം കഴിച്ചാൽ ഉച്ചയ്ക്കും രാത്രിയും നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് രാവിലെ നമ്മൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം അന്നത്തെ നമ്മുടെ ദിവസം മുഴുവൻ നിയന്ത്രിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചാൽ അത് കറക്റ്റായിട്ട് ശരീരത്തിന് പിടിക്കുമോ എന്നറിയില്ല. നേരെ മറിച്ച് നമ്മൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിന് പിടിക്കും. ഞാൻ പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചിന്തകളെക്കുറിച്ചുമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്താണ് പൊതുവെ ചിന്തിക്കാറ്? ടെൻഷൻ, ഭയം, ഫിയർ തുടങ്ങിയ നെഗറ്റീവ് തോട്ട്സ് ആണ് രാവിലെ നിങ്ങൾ കൊടുക്കുന്നതാണെങ്കിൽ മനസ്സ് ഉറപ്പായും ക്ഷീണിക്കും. കാരണം മോർണിംഗ് ഈസ് ദി പ്രോഗ്രാമിംഗ് ടൈം ഓഫ് യുവർ മൈൻഡ്. രാവിലെ നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ദിവസം മുഴുവൻ നിങ്ങളുടെ എനർജിയാകും. രാവിലത്തെ വേർഡ്സ് ആ ഹോൾ ഡേയിൽ നിങ്ങളുടെ എനർജിയാകും. അതിനാൽ കണ്ണ് തുറന്ന ഉടനെ ഫോൺ എടുത്ത് ലോകത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ നോക്കരുത്. പകരം നമ്മൾ നമ്മളോട് ഇങ്ങനെ പറയണം: ഞാൻ ക്യാപ്പബിൾ ആണ്, ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്, ഗുഡ് തിങ്സ് ആർ കമ്മിങ് ടു മീ, ഞാൻ വളരെ സന്തോഷത്തിലാണ്, ഞാൻ സമാധാനത്തിലാണ്, എന്നെക്കൊണ്ടത് പറ്റും, എനിക്ക് സാധിക്കും. ഇവ സിമ്പിൾ വേർഡ്സ് അല്ല, ഇവ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ ദിവസം എങ്ങനെ മാറുന്നു എന്ന്. നിങ്ങൾ ദിവസം മുഴുവൻ കേൾക്കുന്ന ഏറ്റവും പവർഫുൾ വോയിസ് എന്താണെന്നറിയാവോ? നിങ്ങളുടെ തന്നെ സ്വന്തം ശബ്ദമാണ്. അതുകൊണ്ട് രാവിലെ നിങ്ങളോട് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നല്ല രാവിലെ നല്ലൊരു ദിവസം സൃഷ്ടിക്കും. ഒരു നല്ല ദിവസം നല്ലൊരു ജീവിതം സൃഷ്ടിക്കും. അതുകൊണ്ട് രാവിലെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കൂ. ബിക്കോസ് യുവർ മൈൻഡ് ഈസ് ഫസ്റ്റ് ആൻഡ് യുവർ ലൈഫ് ബിക്കംസ് വാട്ട് യു ഫീഡ് ഇറ്റ്. സോ ഫീഡ് യുവർ മൈൻഡ് വിത്ത് പോസിറ്റിവിറ്റി എവ്രി മോർണിംഗ്. ഫീഡ് യുവർ മൈൻഡ് വിത്ത് പോസിറ്റിവിറ്റി എവ്രി മോർണിംഗ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ രാവിലെകൾ നിങ്ങൾ വിജയത്തിലേക്കാണോ അതോ ക്ഷീണത്തിലേക്കാണോ നിങ്ങൾ നയിക്കുന്നതെന്ന്. രാവിലെ നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ ആ ദിവസം മുഴുവൻ നിർണ്ണയിക്കും. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇന്ന് രാവിലെ നിങ്ങൾ ആദ്യം ചെയ്തത് എന്താണ്? ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തതാണോ? ഒരുപാട് നെഗറ്റീവ് ന്യൂസ് നോക്കിയതാണോ? അതോ ഒരുപാട് പ്രശ്നങ്ങൾ ഓർത്തുകൊണ്ടിരുന്നതാണോ? നിങ്ങൾക്കറിയാമോ, രാവിലത്തെ ആദ്യത്തെ 30 മിനിറ്റ് നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മൾ രാവിലെ നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, കാരണം അവ ശരീരത്തെ ബാധിക്കും. പക്ഷേ രാവിലെ നമ്മൾ മനസ്സിലേക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? കാരണം നിങ്ങളുടെ മനസ്സ് ഒരു തോട്ടം പോലെയാണ്. രാവിലെ നിങ്ങൾ വിതയ്ക്കുന്ന ചിന്തകൾ ദിവസം മുഴുവൻ വളരും. വൈ മോർണിംഗ് ഈസ് സോ പവർഫുൾ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ അവയെല്ലാം നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. സബ് കോൺഷ്യസ് മൈൻഡിന് തമാശയാണോ അത് കാര്യമായിട്ടുള്ള കാര്യമാണോ എന്ന് മനസ്സിലാകില്ല. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് സത്യമാണെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും. അതുകൊണ്ടാണ് പല സക്സസ്ഫുൾ ആൾക്കാർക്കും രാവിലെ നല്ലൊരു പോസിറ്റീവ് റൂട്ടീൻ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം, മോർണിംഗ് സെറ്റ്സ് ദി ടോൺ ഫോർ ദി എൻറ്റയർ ഡേ. നിങ്ങൾ രാവിലെ തന്നെ സ്ട്രെസ്സ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ദിവസം മുഴുവൻ സ്ട്രെസ്സായിരിക്കും. രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ദിവസം മുഴുവൻ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവപ്പെടും.
ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? കണ്ണ് തുറന്നുടനെ ഫോൺ എടുത്ത് ലോകത്തിലെ പ്രശ്നങ്ങൾ മൊത്തം കാണുന്നു. നെഗറ്റീവ് ന്യൂസ്, കമ്പാരിസൺ, സ്ട്രെസ്സ്, ഫിയർ തുടങ്ങിയ കാര്യങ്ങൾ മൊത്തം കണ്ട് നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ പറയും, അയ്യോ ഇന്ന് എനിക്ക് തീരെ എനർജി ഇല്ല, തീരെ മൂഡില്ല, ലൈഫ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ദിവസം ആരംഭിച്ചത് തന്നെ നെഗറ്റീവ് എനർജിയോട് കൂടിയാണ്. നമ്മൾ ആരെങ്കിലും ഗാർബേജ് ട്രക്കിലേക്ക് പൂക്കൾ വാരിടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് മനഃപൂർവ്വം നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സ് ഇട്ടുകൊടുക്കുന്നത്? നിങ്ങൾ അതിന് പകരം രാവിലെ എഴുന്നേറ്റ് ഉടനെ നന്ദി പറയൂ, ഒരുപാട് നല്ല പോസിറ്റീവ് അഫർമേഷൻസ് പറയൂ, നമ്മുടെ ഗോൾസിനെ നിരന്തരം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കൂ. ഇത്ര മാത്രം ചെയ്താൽ നിങ്ങളുടെ എനർജി മുഴുവൻ മാറും. കാരണം മോർണിംഗ് എനർജി ക്രിയേറ്റ്സ് ഡെയിലി റിയാലിറ്റി. നമ്മൾ പലപ്പോഴും കരുതുന്നത് ജീവിതം മാറണമെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. പക്ഷേ സത്യം എന്താണെന്നറിയോ? ഒരു നല്ല രാവിലെ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ കഴിയും. കാരണം ഓരോ ദിവസവും ഒരു പുതിയ ജീവിതം പോലെ തന്നെയാണ്. എവ്രി മോർണിംഗ് ഇസ് എ സെക്കൻഡ് ചാൻസ്. എവ്രി മോർണിംഗ് ഇസ് എ സെക്കൻഡ് ചാൻസ്. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ ഹെൽത്തി ഫുഡ് ആണോ കൊടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കണം. കാരണം നിങ്ങളുടെ മനസ്സ് ആദ്യം ഭക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതമായി മാറും. റിമെമ്പർ ദിസ് ഫോർ എവർ. ഫീഡ് യുവർ ബോഡി വിത്ത് ഹെൽത്തി ഫുഡ്, ഫീഡ് യുവർ മൈൻഡ് വിത്ത് ഹെൽത്തി തോട്ട്സ് ആൻഡ് യുവർ ലൈഫ് വിൽ ബിഗിൻ ടു ഹീൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഷെയർ ചെയ്യൂ. കാരണം ഒരാളുടെ രാവിലെ മാറ്റാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതവും മാറും. താങ്ക് യു സോ മച്ച്.